ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ജോസി. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഞാൻ നന്ദി പറയും. ഇന്നത്തെ അതിമനോഹരമായ ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരു 3 സിറ്റുവേഷനിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഞാൻ. അപ്പോൾ ആരോഗ്യം, അതിനെപ്പറ്റി പറയുമ്പോൾ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദുർഘടം പിടിച്ചൊരു സംഭവമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതായത് ധനികനും പണക്കാരനും, അതായത് പണക്കാരനും പാവപ്പെട്ടവനും എല്ലാവരും ഒരു സമത്വം വരുന്നത് എവിടെയാണ്? ആരോഗ്യ മേഖലയിൽ നമ്മുടെ ആ രോഗക്കിടക്കയിൽ വരുമ്പോഴാണ് എല്ലാവരും എവിടെ നമ്മൾ ബെഗ് ചെയ്യും. എന്തിനു വേണ്ടി? ജീവന് വേണ്ടി ബെഗ് ചെയ്യും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യമില്ലെങ്കിൽ പിന്നെ നമ്മളെ ഒന്നിനും കൊണ്ട് സാധിക്കുകയില്ല. അപ്പം അതൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഭൂമിയിലെ മാലാഖമാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ നഴ്സുമാർ അവരുടെ ജീവിതം പണയം വെച്ചിട്ടാണ് ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മനസ്സിലാക്കി വേണം അവരുടെ മൂല്യത്തെ കുറച്ച് ബഹുമാനിക്കാനെങ്കിലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സൊസൈറ്റി അവർ ഭക്ഷണം കഴിക്കാതെയും ചായ കുടിക്കാതെയൊക്കെ നിന്നിട്ടാണ് പേഷ്യൻറ്റിനെ നോക്കുന്നത്. അവർക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പേഷ്യൻറ്റിന് അവർക്ക് നല്ല ഒരു കെയർ കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. ഈ പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലും വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തു പറയാനായിട്ട്. ഈ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവരുടേതായ പാർട്ട് അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആ തമ്പുരാൻ അവരുടെ മുമ്പിലുള്ളത് കൊണ്ടാണ് അവർ ദൈവത്തെ പോലെ കാണണം. നഴ്സുമാരെ നമ്മളൊരു ദൈവത്തെ പോലെ കാണണം. എന്താണെന്ന് വെച്ചാൽ അവർ രാത്രി മുഴുവൻ പണിയെടുത്ത് അവരുടെ ഫീലിങ്സൊക്കെ അടക്കി വെച്ചിട്ടാണ് അവർ പണിയെടുക്കുന്നത്. ആ പേഷ്യൻറ്റിന് വേണ്ടി ജീവൻ കളയാൻ വരെ റെഡിയാണ്. അവരുടെ ആരോഗ്യം പണയം വെച്ചിട്ടാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കണം നമ്മളെല്ലാവരും. പിന്നെ രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത്, ഇപ്പം ജയിലെടുത്തു കഴിഞ്ഞാൽ അവിടെ ചെറിയ തെറ്റ് ചെയ്തവരും വലിയ തെറ്റ് ചെയ്യുന്ന ആൾക്കാരും അവിടെ ഉണ്ടാവും. അത് ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് ഈ തെറ്റുകളൊക്കെ ഈ മനുഷ്യർ ആവർത്തിക്കുന്നത്. എന്തിനു വേണ്ടി? അവിടെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ആഡംബരമായി മാറും. അപ്പോൾ നമ്മൾ മനസ്സിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. ആ മനസ്സിന് നമ്മൾ കടിഞ്ഞാണ് ഇടണത് നമ്മുടെ മനസ്സിൽ വെച്ച് കുറേ ഇങ്ങനെ തിങ്ക് ചെയ്യും മനസ്സിൽ വെച്ചിട്ട്. അപ്പം അതിന് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയും. കുറേ ആലോചിക്കുമ്പോൾ എന്താ പറയുക, അതിന് ആൻസൈറ്റി എന്നും പറയും. അപ്പം അതിനെ നമ്മൾ ഒന്നും ചെയ്യാണ്ട് കെട്ടിവരിഞ്ഞ് അവിടെ നിർത്തി കഴിഞ്ഞാൽ അവിടെ അത് എന്തായി? ബ്ലോക്കായി. അപ്പം നമുക്ക് ചിന്തിക്കാനും പറ്റൂല, ഒന്നും പ്രവർത്തിക്കാനും പറ്റൂല. ബ്ലോക്ക് ഇട്ട് നമ്മൾ തന്നെ കടിഞ്ഞാണിട്ട് നിർത്തുക. അപ്പം അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രം അവിടെ സ്വാതന്ത്ര്യം എന്ന ആ ഒരു ആശയം നമുക്ക് കിട്ടത്തുള്ളൂ. പുതിയ ചിന്തകൾ വരുള്ളൂ. അപ്പം അത് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് ഈ മനസ്സാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവാതെ അതിൽ നിന്ന് ലീവ് ആവാനായിട്ട് ശ്രമിക്കുക. അതായത് ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദരിദ്രനും പാവപ്പെട്ടവനും എല്ലാവരും അവസാന കാലം എവിടെയാണ്? നമ്മുടെ അവസാന കാലം 6 അടി മണ്ണിലാണ്. അപ്പം അത് മനസ്സിലാക്കുക. മനുഷ്യൻ ലൗകിക സുഖങ്ങളിൽ ജീവിച്ച് 6 അടി മണ്ണിലേക്ക് നമ്മൾ ആ ഖബറിടത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ കൽക്കൊത്തിയ അവിടെ ജനനം മരണം എന്ന് അവിടെ എഴുതി വയ്ക്കാനായിട്ട് ഒരു തൂലികയിൽ ഒതുങ്ങുന്നതാണ് നമ്മുടെ ജീവിതം. അപ്പം നമ്മൾ ഏത് നേരം ഒരു ചെറിയ ജീവിതമാണെങ്കിലും അത് നന്നായിട്ട് ജീവിക്കാനും സ്നേഹവും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തേണ്ടതാകും. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഒരു മോട്ടിവേഷൻ. നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളതൊക്കെ തരണം ചെയ്ത്
മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പുണ്യം അത് പിൽക്കാലത്ത് നമ്മുടെ തലമുറയ്ക്ക് കിട്ടാനുള്ള ഒരു ഭാഗ്യം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവരും എന്നോട് എൻ്റെ നെഞ്ചോട് ചേർക്കുക. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, വ്യൂവേഴ്സിനെ കൂട്ടുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.